രണ്ടാഴ്ചക്കകം ബില്ല് പാസ്സായി വരും. ഞാനല്ലേ പറഞ്ഞത്, ധൈര്യമായി പോയിക്കോളൂ. ഈ അസമയത്ത് ഇവിടെ വെറുതെ വന്നതാ. ഓഹോ, ഈ ഗതികേട് വരെ എത്തിയോ? കോൺട്രാക്ടറുടെ ഭാര്യ ഇത്തരക്കാരിയാണോ? എന്താ മാമയെ നോക്കുന്നത്? ശരി, അട്ട ചോറിനെ ഞാൻ ഇവിടെ എവിടെയോ വെച്ചിരുന്നു, അത് നോക്കി എടുക്കുക. അത് ഞാൻ തൂത്തുവാരി കൂട്ടത്തെ എവിടെയെങ്കിലും പോയി കാണും. അങ്ങനെയൊന്നും പോകില്ല, ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കി എടുത്തോളാം, നീ പൊക്കോ. നീർക്കോലി യജ്ഞം. പോഞ്ഞിക്കരയിൽ കുഞ്ഞിപ്പാറു എന്നൊരു സ്ത്രീ യജ്ഞം ആരംഭിച്ചിരിക്കുന്നു. 12 അടി നീളവും 8 അടി വീതിയും 6 അടി താഴ്ചയുമുള്ള കുളത്തിൽ 150 നീർക്കോലുകളോടൊപ്പം 100 ദിവസം കഴിയാനാണ് അവരുടെ പരിപാടി. യജ്ഞം ആരംഭിച്ച് 15-ാം ദിവസമായ ഇന്ന് 5 നീർക്കോലുകളെ കാണാനില്ല. അയ്യോ, പിന്നെ മാമൻ അപ്പുറത്തൊക്കെ വലിച്ചു വാരിയിട്ട് തപ്പുന്നു. നമ്മുടെ കാശ് എവിടെ വെച്ചിരിക്കുന്നത് തപ്പുവാ. നേരോ? ഞാനൊരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തുവാ? എലിവെല്ലി പൂട്ടി വെച്ചിട്ടുണ്ട്. എടി പൊന്നമ്മേ, കഥകളെല്ലാം നല്ലോണം അടച്ചേക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ, അത് കള്ളന്മാര് കൊണ്ടുപോകരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അത് ബാങ്കിൽ കൊണ്ടുപോയി ഇടാനേ. എടി മണ്ടി, നമ്മുടെ കാശിന്റെ പുറത്ത് വല്ലോരും കാശ് കൊണ്ടിട്ട അത് ബാങ്കിൽ നിന്ന് എടുക്കാനൊക്കത്തില്ല. നേരോ? പിന്നല്ലേ പണം അളമാരുടെ അടിയിലല്ലേ വെച്ചിരിക്കുന്നത്. പിന്നെ ആ പലകയുടെ അടി തന്നെ വെച്ചിരിക്കുന്നത്. എന്ത് പറ്റി? കൈ എലവില്ലേ വീടു. താൻ അളമാരുടെ അടിയിൽ ഞങ്ങൾ കാശ് വെപ്പാൻ പോയിട്ടില്ലേ? എഴുന്നേൽക്ക്. ആഹാ, നല്ല ഇണക്കുണ്ട്. ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ പൊന്ന് നാണപ്പനല്ലേ, ഇതൊന്ന് ഊരിത്താ. മേലേട്ടാൻ ഈ അക്കൽ ഡാമ കാണിക്കോ? ഇല്ലേ, ഇല്ല. സത്യമാണോ? സത്യം. നടക്ക്. അയ്യോ, എന്റെ കൈ. അയ്യോ. മിനിമോൾ ഉറങ്ങിയോ? മോളിവിടെ ഇല്ല. എവിടെ പോയി? ബാബു വന്നെടുത്തോണ്ട് പോയി. നീ എന്തിനാ വിട്ടത്? ഇന്ന് അവരുടെ പെരുന്നാളാണ്. രാത്രി പാട്ടും കൂത്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ടിനും കൂത്തിനും ഒക്കെ എന്തിനാ വിടുന്നത്? ചേട്ടനെ വിളിച്ചില്ലേ? എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലോ. എന്തിനാ ഇവിടെ വരുന്നത്? ചേട്ടാ, ഞാൻ പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാം. കുഞ്ഞിനെങ്ങ് തരൂ. എന്താ ഇത്? എന്താണെന്ന് ഇനി മേലാന്റെ വീട്ടിൽ കയറിപ്പോവരുത്. ഞാൻ മിനിസ്റ്ററെ കാണാൻ പോകുന്നത് മോഹം കാണിക്കാനും പറ്റുമല്ല. എന്റെ ബില്ല് മാറി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. 2 ആഴ്ച കഴിഞ്ഞ് ബില്ല് മാറി തരാമെന്നല്ലേ എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ച ഇങ്ങനെ എത്ര 2 ആഴ്ചയായി? ക്ഷമയ്ക്ക് അതിരില്ലേ? ഈ കാര്യത്തിൽ അങ്ങക്ക് വളരെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഒരു കണക്കപ്പിള്ളയായിരുന്നപ്പോൾ ഇതിനേക്കാളും മനസമാധാനം ഉണ്ടായിരുന്നു. അന്ന് നിസ്സാരമായ പ്രശ്നം ഉണ്ടായാൽ പോലും സുനന്ദയുടെ അമ്മ ഒന്നിനെ ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ... നീ തെറ്റിയെന്ന് ഞാൻ പറയുകയല്ല. കെട്ടിപ്പൊക്കിയെല്ലാം വെറും പൊള്ളയാണല്ലോ നീ ചിലപ്പോ തോന്നിപ്പോകുന്നു. ഞാൻ ഇറങ്ങുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മിനിസ്റ്ററെ കണ്ടതിന് ശേഷം ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം. അല്ല, ചേട്ടൻ എങ്ങോട്ടാ?
ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോവുകയാണ്. എന്റെ ബില്ല് മാറി കിട്ടുമെന്ന് എനിക്കൊന്ന് അറിയണം. അതിന് ചേട്ടൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്. അതിന് എനിക്കെന്ത് വിശേഷം? പ്രധാനമായിട്ടും ചേട്ടന്റെ കാര്യം ശരിപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. ഇത്തവണ അത് സാധിക്കും. അപ്പോൾ ഞാൻ പോകണ്ടെന്നാണോ? എന്തിനു വെറുതെ യാത്ര ചെയ്ത് ക്ഷണിക്കുന്നു? 2 ദിവസത്തിനകം ഞാനത് ശരിപ്പെടുത്തി കൊണ്ടുവരാം. നേരാ, അദ്ദേഹം പോയിട്ട് വരട്ടെ. പിന്നെ പെറ്റീഷനിൽ സുനന്ദ ഒന്ന് ഒപ്പിടണമല്ലോ. അവളുടെ പേരിലെ കോൺട്രാക്ട്. അവളെ വരുത്താം. അത് വേണ്ട, ഞാൻ പോകുന്ന വഴി തിരുവനന്തപുരത്ത് കോളേജ് ഹോസ്റ്റലിൽ കയറി ഒപ്പ് വാങ്ങിക്കോളാം. സാറ് എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതെന്റെ കടമയാണ് ചേട്ടാ. ഞാനിപ്പോ ഈ കുടുംബത്തിന്റെ ഒരു അംഗമായി പോയില്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നല്ല മനുഷ്യൻ. ഇതാ എന്താ പണം 5000 രൂപയാണ്. 5000 രൂപയോ? എനിക്കെന്തിനാ? ഞാൻ ഉറപ്പൊന്നും കൊടുക്കാൻ. അവളെ സഹായിക്കുന്ന വഴി കാണാതെ നീ വിഷമിക്കണമെന്ന് എനിക്കറിയാം. തൊഴിലാളികൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. നിന്നെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ഒരു പിരിവ് നടത്തി. എല്ലാവരും സന്തോഷത്തോടുകൂടി അവിടെ പണം തന്നത്. 5 പൈസ മുതൽ 5 രൂപ വരെ തന്നവരുണ്ട്. ആ പണമായി നീ ഇത് വാങ്ങ. ഇനി ഇത് ആവശ്യമില്ല ബാബ. അതെന്താ? എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയി. നീ ഇത് വായിച്ചു നോക്ക. പ്രിയപ്പെട്ട ചേട്ടന്, ഞാനും ഇനിയും പോകുന്നു. ഞാൻ കാരണം ചേട്ടനും ബാവയും തമ്മിൽ പിണങ്ങി. സത്യത്തിൽ ബാവയും ചേട്ടനും എനിക്കൊരുപോലെയാണ്. എനിക്ക് പണം വേണ്ട. എന്റെ കുടുംബത്തെക്കാൾ എനിക്ക് വലുത് എന്റെ ചേട്ടന്റെ സമാധാനമാണ്. അനിയത്തി സരോജിനി. നീ എന്നെ സംശയിച്ചല്ലേ? ക്ഷമിക്കണം ബാബ, അങ്ങനെ സംഭവിച്ചു പോയി. അത്തരത്തിലുള്ള ചിന്ത എനിക്ക് വരാൻ പാടില്ലാത്തതായിരുന്നു. ക്ഷമിക്കും. ഹലോ, ലേഡീസ് ഹോസ്റ്റലല്ലേ? അതെ. സുനന്ദ എവിടെ ഉണ്ടോ? ഇല്ലല്ലോ, കോളേജിൽ ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. 5 മണി കഴിഞ്ഞേ വരൂ. ദാസ് സാറോ? അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാ. ബില്ല് മാറിക്കിട്ടാൻ ചീഫ് എഞ്ചിനീയർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കണം. ബില്ലിന്റെ കോംപ്ലിക്കേഷൻ ഇതുവരെ തീർന്നില്ലേ? ഇല്ല, ചീഫ് എഞ്ചിനീയറുടെ ഭാര്യ നല്ലൊരു സ്ത്രീയാ. സുനന്ദ എന്ന് വന്ന് അവരോട് സംസാരിച്ചാൽ ബില്ല് നാളെ പാസ്സാക്കി എടുക്കാം. അതിനെന്താ, ഞാൻ വരാമല്ലോ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം. ശരി. കോളേജ് വളപ്പിൽ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്? അതെന്റെ ക്ലാസ്മേറ്റാ, മിസ്റ്റർ ഗംഗൻ. എന്തോ എനിക്ക് അവനെ പിടിച്ചില്ല. ഈ കച്ചവടമൊന്നും സുനന്ദ സംസാരിക്കരുത്. എനിക്ക് സുനന്ദയെ ഇഷ്ടമാണ്, വെറും ഇഷ്ടമല്ല. ഐ ലവ് യു. മിസ്റ്റർ ദാസ്, സുനന്ദയെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ വാസുകുട്ടൻപിള്ളയുടെ മകളാണ്. യു അണ്ടർസ്റ്റാൻഡ്? സ്റ്റുപ്പിഡ്. പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, നമ്മൾ തുടങ്ങിവെച്ച തൊഴിലാളി സഹകരണ സംഘം മെയ് ദിനമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അഭിപ്രായ ഭിന്നതകളൊക്കെ മറന്ന് എല്ലാ യൂണിയനും ഇതിൽ അംഗത്വം സ്വീകരിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞോളൂ. ഈ ഡാമിന്റെ അടുത്ത ഘട്ടത്തിലെ ജോലികൾ ഈ സംഘടന തന്നെ
കോൺട്രാക്ട് എടുത്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ചീഫ് എഞ്ചിനെ കാണാൻ നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ വർക്ക് പ്രോപ്പർ അല്ലെന്നാണ് ദാസിന്റെ റിപ്പോർട്ട്. അതുകൊണ്ടാണ് ബില്ല് ഇതുവരെ പാസ്സാകാഞ്ഞത്. സാറ് ചീഫ് എഞ്ചിനീയർ എന്നെ രക്ഷിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മിസ്റ്റർ വാസുകുട്ടൻപിള്ളെ? ദാസിനെ കൊണ്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് അയക്കൂ, ഞാൻ പാസ്സാക്കി അയക്കാം. ശരി. സാർ എന്ത് പറ്റി സാർ? വരണം, നമുക്ക് നഴ്സിംഗ് ഹോമിലേക്ക് പോകാം.